ഭയങ്കരമായിട്ട് ഹേറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരാൾക്ക് ഇഷ്ടപ്പെടല്ല. അതിപ്പോൾ നമ്മൾ നോക്കിയിട്ട് എന്ത് കാര്യം. നമുക്ക് അങ്ക് വരുന്ന വർക്ക് നല്ലതാണെങ്കിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഒപ്പം നമുക്കൊരു നിലവിൽ ചെയ്തതിൽ തന്നെ പേരായിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ജോഡികളായിട്ട് ചെയ്ത കുറേ ഉണ്ടായിരുന്നു, ഏറെ ശ്രദ്ധിക്കപ്പെട്ടെ. അതിനെ കുറിച്ചിട്ട് ഏതാണ് അതിൽ കുറിച്ച് പറയാനുള്ളത്? പേരായിട്ട് ഞാൻ പിന്നെ കുറേ ആളെ ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. മെയിൻ ഞങ്ങൾക്ക് കുറച്ച് ടീം വർക്കാണ് ചെയ്യല്, ഇങ്ങനെ ഒന്നിച്ചിട്ട് ടീം വർക്കാണ് കൂടുതലും ചെയ്യല്. പക്ഷേ ഈ മുഹബത്താണവനിലൂടെ കുദാ ഷാവുലിൻ്റെ ഒന്നിച്ച് വന്ന് പിന്നെ ഷാവുലായിട്ടുള്ള പേരാണ് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായത്. എപ്പോഴും കമൻറ്റ് ബോക്സിലായെങ്കിലും പിന്നെ നമുക്ക് പേഴ്സണലി ആയെങ്കിലും മെസ്സേജിലായെങ്കിലും എങ്ങനെയായെങ്കിലും ആൾക്കാർ പറയുന്നത് ഷാവുലിൻ്റെ ഒന്നിച്ചിട്ട് ഷാവുലിൻ്റെ ഒന്നിച്ചിട്ടുള്ള ഒരു പേര് ആൾക്കാർക്കൊരു ഇഷ്ടമാണ്. അത് എല്ലാവരെ പോലെ തന്നെ ഈ ചെയ്തു വരുമ്പോൾ നമ്മൾ കൂടുതൽ നമ്മുടെ മാറ്റങ്ങൾ വരുത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് റോൾ മോഡലായിട്ട് നമുക്ക് ആരെങ്കിലും കാണാറുണ്ടോ? ഇപ്പോൾ ഫിലിമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നടിയെയോ എങ്ങനെയെങ്കിലും ആ രീതിയിൽ റോൾ മോഡലായിട്ട് മുന്നിട്ട് വെക്കാറുണ്ടോ? റോൾ മോഡലായിട്ട് ഞാൻ ആരെയോ ഇതുവരെ കണ്ടിട്ടില്ല, അങ്ങനെ ഫിലിമിൽ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. എന്തോ നമുക്ക് ഞാനാവാനാണ് ഇഷ്ടം. ഓക്കെ. ഒപ്പം നമ്മൾ ഇങ്ങോട്ട് ചെയ്തു വരുമ്പോഴേ പറഞ്ഞു ഡയറക്ഷൻ പോലും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു സ്വന്തമായിട്ട്. അതിനെക്കുറിച്ച് ഡയറക്ഷൻ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തത് ഞാനാണ്. റൗഡി ബേബി എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് വർക്ക് ഇറങ്ങിയത് എൻ്റെ. അപ്പം അതിൽ ഒരു ആക്ട് ചെയ്തിട്ട് പോകുന്നതിൻ്റെ കഷ്ടം അത്രയില്ല. നമ്മൾ രാവിലെ വന്ന് ആക്ട് ചെയ്ത് പോയി, അത് മാത്രമേ അതിൽ നമുക്ക് ഉള്ളൂ. പക്ഷെ ഒരു വർക്ക് ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഒരു സ്ക്രിപ്റ്റ് ചെയ്ത് നമുക്കുള്ള കഷ്ടപ്പാട് അതിലൂടെ അറിഞ്ഞു. പക്ഷെ വർക്ക് നല്ലോണം കയറിയിട്ടുണ്ട്, അതുകൊണ്ട് ഹാപ്പിയാണ്. വീണ്ടും ചെയ്യണമെന്നുള്ള പ്ലാൻ ഉണ്ടോ? ചെയ്യണമെന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതല്ല, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ആ ഒരു ടീമുണ്ട്, അവരായിട്ട് ഒന്നിച്ചിട്ടാണ് ചെയ്യുന്നുണ്ട്. ഇൻഷാല്ലാ ഇനിയും അങ്ങനെ ടീം വർക്ക് ചെയ്യും. നമ്മുടെ ഈ താൽ ബോയ്സ് ടീമുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫീലിംഗ് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പറയുമ്പോൾ നമ്മളെ തൻസിക്കാൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 വർക്കിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ഓൾമോസ്റ്റ് വർക്ക് ഉണ്ടായിരുന്നു, പിന്നെ കോവിഡിൻ്റെ ആ ഒരു പ്രശ്നമായി കൊണ്ട് എടുക്കാൻ പറ്റിയിട്ട. പറയാനുണ്ടെന്ന് പറഞ്ഞെങ്കിൽ തൻസിക്ക എന്നല്ല പറഞ്ഞെങ്കിൽ എത്രയോ ബാക്ക് ഇൻഡസ്ട്രിയിലുണ്ട് ഒരാളാണ്. നമ്മൾ പറഞ്ഞെങ്കിൽ ഞാൻ ഇപ്പോൾ വന്നിട്ട് 1 year ആയി, ഈ മുഹബത്താണ് ചെയ്തിട്ട് 1 year ആയി. നമ്മൾ എന്നെ കാണുന്നത് തൻസിക്ക കാസർഗോഡ് വന്നിട്ട് നമ്മളൊരു ടീം വർക്കിലാണ് ഫസ്റ്റ് കാണുന്നത്. പക്ഷെ തൻസിക്കാനെ ഞാൻ ഒരു ഇൻഡസ്ട്രിയിൽ ബാക്കിലുണ്ട് ആൾക്കാർ അങ്ങനെയൊന്നുമല്ല ബിഹേവ്, ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ഇതാക്കും. പിന്നെ നമുക്ക് പേടിയാണെങ്കിൽ നെർവസ് ആയെങ്കിൽ ആള് ഭയങ്കര സപ്പോർട്ട് ചെയ്യും. അങ്ങനെ